Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. ഞാൻ ഫസ്റ്റ് പീരീഡ് ആണ് കേട്ടോ. സെക്കൻഡ് പീരീഡ് ഇംഗ്ലീഷ് എടുക്കുന്ന ശ്രുതി മിസ് കയറും കേട്ടോ. Okay, Miss. ഓക്കെ. ഫുഡ് കഴിച്ചോ മിസ്? ഞാൻ ഫുഡ് കഴിച്ചു. നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ? കഴിച്ചു. എല്ലാവരും ബുക്കൊക്കെ പൂജക്കൊക്കെ വെച്ചോ? അമ്പലത്തിൽ പോയോ? അമ്പലത്തിൽ പോയി. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? Okay. ആദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രണ്ട് ഓഫീസ് 7th പോയിന്റ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? അതെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് 8th പോയിന്റ് തുടങ്ങി നിങ്ങളൊന്ന് റീഡ് ചെയ്യ കേട്ടോ. 8th പോയിന്റ്, 9th പോയിന്റ്, 10th പോയിന്റ്, 11th അത്രയും ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം ടംപ് ചെയ്യുക. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ ആരെങ്കിലും. ഓക്കെ, കഴിഞ്ഞു. എല്ലാവരുടെയും റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. 8th പോയിന്റ് MRD ആണ്. MRD എന്ന് വെച്ചാൽ എന്താണ്? MRD മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. ഓക്കെ, MRD എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്.
അവിടെ എന്തൊക്കെ സ്റ്റാൻഡേർഡുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നാം നോക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി. അതായത് എത്ര ശതമാനം മെഡിക്കൽ റെക്കോർഡ്സിലാണ് ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ എത്ര ശതമാനം മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഉള്ളത്. ഇപ്പോ നമുക്കറിയാം അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഡോക്ടർ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ചാർജ് സമ്മറി കൊടുത്തിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ ഡിസ്ചാർജ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിച്ചതല്ലേ അല്ലെ, ഡിസ്ചാർജ് പ്രൊസീജിയർ. ഓക്കെ, ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, ഡിസ്ചാർജ് ആയി പോകുന്ന ഏതൊരു വ്യക്തിക്കും, അതായത് നിർബന്ധിതമല്ലാതെ ലാമ അല്ലെങ്കിൽ ഡാമ അങ്ങനെയുള്ള പേഷ്യൻസ് അല്ലാതെ ഡോക്ടറിന്റെ തീരുമാനപ്രകാരം പോകുന്ന പേഷ്യൻസിന് നിർബന്ധമായിട്ട് ഡിസ്ചാർജ് സമ്മറി കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോ ആ ഡിസ്ചാർജ് സമ്മറിയിൽ കുറെ അധികം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അതായത് പേഷ്യന്റിന്റെ മെഡിക്കേഷൻ എന്തൊക്കെയാണ്, ഹെൽത്ത് കണ്ടീഷൻ എന്തൊക്കെയാണ്, ഇനി അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യുന്ന ഡയറ്റ് എന്താണ്, എക്സസൈസ് എന്താണ്, അങ്ങനെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോ എല്ലാ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഡിസ്ചാർജ് സമ്മറി വേണം. ഇനി ഇത്തരം കേസുകളിൽ എത്ര ആളുകൾക്കാണ്, എത്ര മെഡിക്കൽ റെക്കോർഡിലാണ് ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്തത്? ഓക്കെ, ഡിസ്ചാർജ് സമ്മറി ഇല്ലാത്ത എത്ര ശതമാനം മെഡിക്കൽ റെക്കോർഡ്സ് ആണ്, അതായത് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആകുന്ന പേഷ്യൻസ്. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പൊ അവർക്ക് എത്ര ശതമാനമാണ് ഈ ഒരു ഡിസ്ചാർജ് MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് MRD. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം, ഡിസ്ചാർജ് സമ്മറി ഇല്ലാതെ എത്ര ശതമാനം മെഡിക്കൽ റെക്കോർഡ്സ് ആണുള്ളത്, അതിന്റെ പെർസെന്റേജ് നാം നോക്കി കാണുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിങ്ങിന്റെ ഫുൾ ഫോം എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ചിലപ്പോ. എന്താണ് ICD കോഡിങ്? കേട്ടിട്ടില്ല? അറിയില്ല അല്ലെ? ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ. ICD കോഡിംഗ് എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അതിന്റെ മലയാളം ഇതാണ്, അന്താരാഷ്ട്ര രോഗവർഗീകരണ സംവിധാനം. ഓക്കെ, അപ്പൊ ഇതെന്താണെന്ന് വെച്ചാല് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണിത്. അതായത് രോഗങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകള്, മരണകാരണം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കോഡുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നു. ഒരു നിശ്ചിത കോഡ് ഉണ്ട് അല്ലെ. ഹോസ്പിറ്റൽസ് ഒക്കെ ഒരു പ്രത്യേക രോഗത്തിനോ അല്ലെങ്കിൽ പ്രത്യേക മരുന്നുകൾക്കോ അല്ലെങ്കിൽ ചില ഇഞ്ചുറീസിനോ ഒക്കെ പ്രത്യേക കോഡുകൾ യൂസ് ചെയ്യാറുണ്ട്. കേട്ടിട്ടുണ്ടോ? കോഡിങ് കേട്ടിട്ടുണ്ടോ? കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോ ആ കോഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ കോഡ് നൽകുന്ന ഒരു രീതിയാണ് ഇത് ICD കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ഈ ഒരു ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്നത് അത് WHO ആണ് തയ്യാറാക്കുന്നതും അല്ലെങ്കിൽ അത് പുതുക്കുന്നതും. അതായത് ഇതിന് റിന്യൂവേഷൻ ഒക്കെ വരാം. ഓക്കെ, അപ്പൊ തയ്യാറാക്കുന്നത് ആരാണ്? WHO ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ. എന്താണ് ICD കോഡിംഗ് എന്ന് ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, അതൊന്ന് എഴുതി എടുക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒരു രോഗത്തിന് പ്രത്യേക നമ്പർ അല്ലെങ്കിൽ കോഡ് നൽകുന്ന സംവിധാനം. ഒരു രോഗത്തിന് പ്രത്യേക നമ്പർ അല്ലെങ്കിൽ കോഡ് നൽകുന്ന സംവിധാനം.
എഴുതിയല്ലോ. ഓക്കെ. ഇപ്പൊ WHO ആണ് ഇത് തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ അത് പുതുക്കുന്നതും ഒക്കെ WHO ആണ് ചെയ്യുന്നത്. ഇനി അതിനൊരു ഉദാഹരണം പറയാം. ICD-10E11. ഞാനിപ്പോ ഒരു കോഡാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്നും കൂടി പറയണോ? ICD കോഡിംഗ് എന്ന് പറയുന്നത് ഒരു രോഗത്തിന് പ്രത്യേക നമ്പർ അല്ലെങ്കിൽ കോഡ് നൽകുന്ന സംവിധാനമാണ്. അതായത് രോഗങ്ങൾക്കൊക്കെ കോഡ് കൊടുക്കും. നമ്മൾ രോഗമായിട്ടല്ല പറയുന്നത്, നമ്മൾക്ക് സാധാരണക്കാർക്ക് നമ്മൾ രോഗമായിട്ടാണ് പറയുന്നത്. മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ആശുപത്രികളിലെ ഡോക്ടേഴ്സ് അവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് അറിയാം. ഒരു രോഗത്തിന് പ്രത്യേകം കോഡ് കൊടുക്കുന്ന സംവിധാനമാണ് എന്ത് ICD കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതിന് ICD-10 ICD എന്ന് എഴുതുക, എന്നിട്ട് ഹൈഫൺ ഇടുക, 10 ഇടുക, എന്നിട്ട് വീണ്ടും ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് E11 എന്ന് എഴുതുക, ക്യാപിറ്റൽ ലെറ്റർ E11. ഓക്കെ. ICD-10E11 എഴുതിയോ? എഴുതിയല്ലേ? ഓക്കെ. ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിനെയാണ് ഈ കോഡ് സൂചിപ്പിക്കുന്നത് കേട്ടോ. കേട്ടിട്ടുണ്ടല്ലോ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്? കേട്ടിട്ടില്ലേ? ആ, ഇതിനെ കോഡ് രൂപേണ പറയുന്നതാണ് ICD-10E11 ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്. ഓക്കെ. അപ്പൊ ഇത്തരത്തില് പല രോഗങ്ങളുണ്ട്, പലതരത്തിലുള്ള പരിക്കുകളുണ്ട്. SS അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ എന്താണ്, ഓരോ രോഗത്തിനും ഓരോ കോഡുകൾ മെഡിക്കൽ ഫീൽഡിൽ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ICD കോഡിംഗ്. അപ്പോ ഇതിനകത്ത് നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം. അതായത് ICD കോഡിംഗ് ഇല്ലാത്ത മെഡിക്കൽ റെക്കോർഡ് എത്ര % ആണ് ഉള്ളത്? അപ്പൊ പല മെഡിക്കൽ റെക്കോർഡ്സിലും ഇങ്ങനെയുള്ള കോഡിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അതില്ലാത്ത മെഡിക്കൽ റെക്കോർഡ് എത്ര ശതമാനമാണെന്ന് നാം നോക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഇംപ്രോപ്പർ കൺസെന്റ്. അതായത് നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ഒരു ആദ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കും, സൈൻ ചെയ്ത് അവിടെ ഫോം ഫിൽ ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പോ എന്താണ്, ഒരു കൺസെന്റും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഡിക്കൽ റെക്കോർഡിന് വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്നത്. അപ്പൊ മെഡിക്കൽ റെക്കോർഡിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിന്റെ കൂടെ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന കൺസെന്റ് അറ്റാച്ച് ചെയ്യപ്പെടും. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് രോഗികളുടെ വിവരങ്ങളൊന്നും ഇല്ലാത്ത ഡീറ്റെയിൽസ്, ചിലപ്പോൾ പേരുണ്ടാകാം, ഏജ് ഉണ്ടാകാം, അഡ്രസ് ഉണ്ടാവില്ല, മൊബൈൽ നമ്പർ ഉണ്ടാവില്ല, ചിലപ്പോൾ ഏജ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഫോൺ നമ്പർ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ എത്തരത്തില് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകളാണ്, അതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് നാം നോക്കി കാണുന്നുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെയാണ്. Then fourth point, percentage of missing records. അതായത് എത്ര എണ്ണമാണ് മിസ്സായിട്ടുള്ള റെക്കോർഡുകളുടെ പെർസെന്റേജ് എത്രയാണ്? അതായത് ചില സമയത്ത്, അതായത് നമുക്കറിയാം ചില മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഡോക്ടറെ കാണിച്ചിട്ടുള്ളതെങ്കിൽ അവരെന്ത് ചെയ്യും, പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് എടുക്കാനായിട്ട് പറയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവത്തില്? എക്സ്പീരിയൻസ് ഉണ്ടാവും, ഉണ്ടല്ലേ? ചിലപ്പോ അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോ ആ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാകും. പക്ഷെ നമ്മൾ കുറെ വർഷങ്ങൾക്ക് ഇപ്പുറം അതേ ഡോക്ടറെ തന്നെ കാണാൻ ആ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോ ആ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാകണമെന്നില്ല, ചിലപ്പോ അത് മിസ്സായി പോകാം. ഓക്കെ. അല്ലെങ്കിൽ അവരൊന്ന് മാറ്റാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്ര ശതമാനം മെഡിക്കൽ റെക്കോർഡാണ് ഇങ്ങനെ മിസ്സായിട്ടുള്ളത്, അതിന്റെ പെർസെന്റേജ് നോക്കാറുണ്ട്. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ ആണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. The bed occupancy rate, BOR percentage, is a measure of utilization of the available bed
capacity in a hospital, it denotes the percentage of beds occupied by patients in a defined period of time, normally a year. Bed occupancy rate അഥവാ BOR എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ബെഡ് കപ്പാസിറ്റി അളക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ബെഡ് occupancy റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ബെഡ് കപ്പാസിറ്റി എത്രത്തോളമാണെന്ന് അളക്കുന്നതിനെയാണ് BOR അഥവാ ബെഡ് occupancy റേറ്റ് എന്ന് പറയുന്നത്. സാധാരണയായി ഒരു വർഷ കാലയളവിൽ രോഗികൾ എത്ര ശതമാനം കിടക്കകൾ ഉപയോഗിക്കുന്നു എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. അതായത് ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ബെഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ബെഡ് ഇമ്പോർട്ടന്റ് ആണോ? ബെഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കിടക്കാനായിട്ട് സാധിക്കൂ, ഇൻപേഷ്യന്റ് ആകാനായിട്ട് പറ്റൂ. അതെ അല്ലേ? അപ്പൊ ബെഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു എന്താ പറയാ ഡെഫിഷ്യൻസി ഒരിക്കലും വരാനായിട്ട് പാടുള്ളതല്ല. അപ്പോ ഇവിടെ പ്രധാനമായിട്ട് നാബ് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ ബെഡ് കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കും. അതായത് ഒരു ഹോസ്പിറ്റലിൽ എത്ര കിടക്കകളാണ് പരമാവധി നമുക്ക് വരുത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളുടെ എണ്ണത്തിന് അനുസരിച്ചിട്ടാണോ അവിടെ ബെഡ് ഉള്ളതെന്ന് നോക്കുന്നതിനെയാണ് BOR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാബ് മറ്റൊരു കാര്യം കൂടി നോക്കാറുണ്ട്. സാധാരണയായിട്ട് ഒരു വർഷ കാലയളവിനുള്ളിൽ രോഗികൾ എത്ര ശതമാനമാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു വർഷത്തിൽ അവിടെ വരുന്ന പേഷ്യൻസിൽ എത്ര ശതമാനം പേര് അവിടെയുള്ള ബെഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന്റെ കണക്ക് കൂടി ആര് നോക്കാറുണ്ട്? നാബ് നോക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് 6th പോയിന്റ് ആണ് ലെങ്ത് ഓഫ് സ്റ്റേ. LOS എന്ന് പറയും. അതായത് ആളുകൾ അവിടെ താമസിക്കുന്നതിന്റെ കാലയളവ് എത്രയാണ്. ഒരു ഹോസ്പിറ്റലില് രോഗികൾ വരുമ്പോൾ അവര് ഷോർട്ട് ആയിട്ടാണോ അവിടെ താമസിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ലോങ് പീരീഡിലാണോ താമസിച്ചിട്ടുള്ളതെന്ന് നോക്കാറുണ്ട്. അപ്പൊ എത്ര കാലയളവാണ്, എത്ര ദിവസമാണ് പേഷ്യൻസ് അവിടെ സ്റ്റേ ചെയ്യുന്നത്, അതിന്റെ ഒരു കണക്ക് നോക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് സ്റ്റേ. അതുപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്കുകൾ, എത്ര മരണനിരക്കുകൾ അല്ലെങ്കിൽ മരണങ്ങൾ എത്രത്തോളമാണ് മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സിൽ അവിടെയുള്ള ഡെത്ത്സ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മോർട്ടാലിറ്റി റേറ്റ്. അടുത്തത് പ്രപ്പോർഷണൽ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. അതായത് ഗർഭിണികളായിട്ടുള്ളവര് അല്ലെങ്കിൽ പ്രസവ സമയത്ത് മരിക്കുന്നവര് അവരുടെയൊക്കെ ശതമാനം എത്രയാണ്. ഓക്കെ, ഗർഭിണികളായിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് എന്ത് ചെയ്യാം, ചിലപ്പോൾ മരണപ്പെടാം, അല്ലെങ്കിൽ പ്രസവ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കൊണ്ട് മരണപ്പെടാം. അപ്പോ അതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്, അതിന്റെയൊക്കെ പെർസെന്റേജിനെയാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then 9th one, proportional infant mortality rate. അതായത് നവജാത ശിശുക്കൾ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ ലേബർ, അതായത് പ്രസവത്തോട് അനുബന്ധിച്ചാകാം, അല്ലെങ്കിൽ ചിലപ്പോ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതിന്റെയൊക്കെ പെർസെന്റേജ് ആണ് പ്രപ്പോർഷണൽ ഇൻഫാന്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ HRM. HRMൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ HRM എന്ന് പറയുന്ന വിഭാഗത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് പെർസെന്റേജ്. അതായത് അവിടെ വരുന്ന എംപ്ലോയി, അതായത് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന നമുക്കറിയാം എംപ്ലോയീസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പോൾ അവിടെ വരുന്ന എംപ്ലോയീസ് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്,
അവരുടെ സന്തോഷ സൂചിക എത്ര ശതമാനമാണ്? അവർ ഹാപ്പി ആണോ? അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടാണോ ജോലി ചെയ്യുന്നത്? അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിലും? അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന മറ്റ് അലവൻസുകളിലൊക്കെ അവർ ഹാപ്പി ആണോ, സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കുന്നതാണ് എന്ത്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. Then next one, employee attrition rate. എന്താണ് attrition rate? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലെ? നിങ്ങളൊന്ന് സൈഡിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. അതായത് എംപ്ലോയീസ് എത്ര പെർസെന്റേജ് ആണ് കൊഴിഞ്ഞു പോകുന്നത്, അതായത് വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും എത്ര എംപ്ലോയീസ് അവിടെ നിന്ന് ജോലി നിർത്തി പോകുന്നുണ്ട്. ഓക്കെ, കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതായത് ജോലി മതിയാക്കി പോവുക, അതുപോലെ തന്നെ പകുതിക്ക് വെച്ച് ബ്രേക്ക് ആയിട്ട് പോവുക, അങ്ങനെ ഉള്ള ധാരാളം കേസുകളൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പോ ഒരു ഹോസ്പിറ്റലില് എത്ര ശതമാനം എംപ്ലോയീസ് ആണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്? ചിലവർക്ക് സാലറി മതിയാകാഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ മറ്റ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓഫറുകൾ വന്നിട്ടുണ്ടാകാം. അങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസിന് കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ എത്രത്തോളം എംപ്ലോയീസ് ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുള്ളത്, അതിന്റെ പെർസെന്റേജ് ആണ് എംപ്ലോയി അട്രിഷൻ റേറ്റ്. എഴുതി വെച്ചോ? Then next one, employee absenteeism rate. Absenteeism എന്ന് പറഞ്ഞാൽ എന്താണ്? വരാതിരിക്കുക അല്ലെ? ജോലി ഉണ്ടായിട്ടും കൃത്യമായിട്ട് ജോലിക്ക് വരാതിരിക്കുക. പല കാരണങ്ങൾ, ചിലപ്പോൾ മടി കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാകാം, ജോലിക്ക് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാകാം. ചിലവര് ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുങ്ങി നടക്കും അല്ലെ? അപ്പോ എത്ര ശതമാനം ആളുകളാണ് ആബ്സെന്റ് ആകുന്നത്? കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ടൈമില് എത്ര പേരാണ് ജോലിക്ക് വരാത്തത്? അപ്പോ അതിന്റെ പെർസെന്റേജ് ആണെന്ത്? എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then നാലാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് എംപ്ലോയി ഹു ആർ ഇൻഫോർമഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. ഇനി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് എത്ര ശതമാനം പേർക്കാണ് എംപ്ലോയീസ് അഥവാ തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് അറിയാനായിട്ട് പറ്റുന്നത്? ആർക്കൊക്കെയാണ് എംപ്ലോയീസ് റൈറ്റ്സ് അറിയാവുന്നത്? ഇനി ആർക്കൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് അറിയാവുന്നത്? അതുപോലെ തന്നെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വെൽഫെയർ സ്കീംസ് അഥവാ ക്ഷേമ പദ്ധതികൾ ഉണ്ട്. ഇതിനെ കുറിച്ചിട്ടൊക്കെ ബോധമുള്ള എംപ്ലോയീസ് എത്ര പെർസെന്റേജ് ആണ്? നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ? ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ക്ഷേമ പദ്ധതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭൂരിഭാഗം പേർക്ക് ചിലപ്പോൾ അറിയാനായിട്ട് സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഇതിനെ കുറിച്ച്, അതായത് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇതിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാറുണ്ട്. അപ്പോ അവയർനെസ് കൊടുക്കുമ്പോൾ അവർ പറയും ഇതാണ് നിങ്ങളുടെ റൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വെൽഫെയർ സ്കീമുകൾ ഇതാണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും. അപ്പോ അതിന്റെ പെർസെന്റേജ് നാം നോക്കാറുണ്ട്. ജോലി ചെയ്യുന്ന സ്റ്റാഫുകളിൽ എത്ര പേർക്കാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത്? എത്ര പേർക്കാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അറിയാനായിട്ട് പറ്റുന്നത്? എത്ര പേർക്ക് അവരുടെ ക്ഷേമ പദ്ധതികൾ അഥവാ വെൽഫെയർ സ്കീംസിനെ കുറിച്ച് അറിയാം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ നോക്കുന്നുണ്ട്. The next one, fifth point ആണ് percentage of staff provided pre-exposure prophylaxis. Okay, അതായത് pre-exposure prophylaxis എന്ന് പറയുന്നത് ഒരു സ്ഥാപനം, അതായത് പ്രൊഫഷണൽ ആയിട്ട് നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു സ്ഥാപനത്തില് എത്രത്തോളം ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾക്ക്, അതായത് എംപ്ലോയീസിന് വാക്സിൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ നിരക്കാണ്.
ഓക്കെ, നമുക്കറിയാം പേഷ്യൻസിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാറുണ്ട്? നമുക്ക് വാക്സിൻ കൊടുക്കാറുണ്ട് അല്ലെ? അപ്പോ ഒരു സ്ഥാപനത്തിൽ 100 പേര് ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അതില് 90 പേർക്കെങ്കിലും എന്ത് ചെയ്തിരിക്കണം? വാക്സിൻ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് എത്ര ശതമാനമാണ് വാക്സിൻ കൊടുത്തിട്ടുള്ളത് എന്നതിന്റെ പെർസെന്റേജ് ആണെന്ത്? പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 10th പോയിന്റ് ആണ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. എത്ര സമയം എടുത്തിട്ടാണ് ഡിസ്ചാർജ് കിട്ടുന്നത്? അതിന്റെ ഒരു ടൈം നോക്കാറുണ്ട്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ ആയിരിക്കും ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വൈകിട്ടാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും വീട്ടിൽ പോകാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതൊരു ഡിലേ വരാറുണ്ട് അല്ലെ? അപ്പൊ എത്ര സമയം എടുത്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. 11ാമത്തേത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ബയോമെഡിക്കൽ എക്യുപ്മെന്റ്, ജനറൽ എക്യുപ്മെന്റ്. അതായത് പ്രധാനപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങള്, അതിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നതാവാം, ICUവിൽ ഉപയോഗിക്കുന്നതാവാം, ബയോമെഡിക്കല്, ജനറൽ എക്യുപ്മെന്റ് ആകാം. അപ്പോ അത് തകരാറിലായി കഴിഞ്ഞാല്, അതിനെന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അത് ശരിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ എക്യുപ്മെന്റിന് എന്തെങ്കിലും, അതായത് വളരെ എമർജൻസി ആയിട്ട് ICUവിലോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കേടായി കഴിഞ്ഞാല് എത്ര സമയം കൊണ്ടാണ് അതിന്റെ കേടുപാടുകൾ തീർക്കുന്നത്? അതിന്റെ പെർസെന്റേജ് നാം നോക്കി കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. OT, ICU, ജനറൽ എക്യുപ്മെന്റ്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള് അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങള് എത്ര ശതമാനം സമയം, എത്ര ടൈമാണ് അവ ഉപയോഗിക്കുന്നത്? അതിന്റെ റേറ്റ്, അതിന്റെ ശതമാനം എത്രയാണ്? എത്ര സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നു? മറ്റ് സ്ഥലങ്ങളിൽ എത്ര സമയമാണ് ജനറൽ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്? അതിന്റെയൊക്കെ സമയം എത്രയാണ് നോക്കുന്നതാണ് എന്ത്? എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഒന്ന് വായിച്ചോളൂ കേട്ടോ നിങ്ങള്. എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ആ ഒരു പാരഗ്രാഫ് വായിച്ചോളൂ. വായിച്ചു കഴിയുമ്പോ തമ്പില്ല. ഓക്കെ, എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിന് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകളാണ്, അപ്ലൈ ചെയ്യാനായിട്ട്
എന്തൊക്കെ എലിജിബിലിറ്റീസ് ആണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എലിജിബിലിറ്റീസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് താഴെ പറയുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. അപ്പൊ താഴെ പറയുന്നതാണ് ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്ന് പറയുന്നത്. Currently in operation as a healthcare provider, it should be above 50 beds since hospitals below 50 beds will come under SHCO standards. അതായത് കുറഞ്ഞത് 50 കിടക്കകളിൽ കൂടുതൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. HCO സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് അക്രഡിറ്റേഷൻ ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ 50 കിടക്കകളിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. ഇനി 50 കിടക്കകളിൽ കുറവാണ് ഹോസ്പിറ്റൽ ഉള്ളതെങ്കിൽ അത് SHCO സ്റ്റാൻഡേർഡിലാണ് വരിക. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കേട്ടോ. SHCOയുടെ ഫുൾ ഫോം ആണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഓക്കെ. The hospital has the minimum volume of patients which will evaluate the quality of care given to the patients, which presently 30%. അതായത് ഒരു ഹോസ്പിറ്റലിൽ 30% പേഷ്യൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് നല്ല രീതിയിലുള്ള ഒരു നല്ല ഗുണനിലവാരമുള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം 30% പേഷ്യൻസ് എങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഡെയിലി വന്നു പോകണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, 30% പേഷ്യൻസ് ആണ് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വേണം കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, the organization that commits to abide by NAB standards and the applicable legal, statutory, regulatory requirements. അതുപോലെ തന്നെ ഈ അക്രഡിറ്റേഷൻ കിട്ടുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നാബിന്റെ സ്റ്റാൻഡേർഡുകൾ പാലിച്ചിരിക്കണം. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി ചില നിയന്ത്രണങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, ഇതൊക്കെ പാലിക്കുന്ന ഹോസ്പിറ്റൽ ആയിരിക്കണം. And last point, the healthcare organization should have implemented NAB standards in the HCO for a minimum of 3 months. അതായത് ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്ന സ്ഥാപനം നാബിന്റെ സ്റ്റാൻഡേർഡുകള് മിനിമം 3 മാസമെങ്കിലും എന്ത് ചെയ്തിരിക്കണം, നടപ്പാക്കിയിരിക്കണം. അപ്പൊ ഞാൻ ഇത്രയും പറയുന്ന സ്റ്റാൻഡേർഡുകള് എത്ര മാസമാണ് മിനിമം നടപ്പാക്കേണ്ടത്, എന്നാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുക. എത്ര മാസമാവും? 3 മാസം കേട്ടോ. ഓക്കെ, അപ്പോ 50 കിടക്കകളിൽ കൂടുതൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അതിൽ കുറവുള്ളതാണെങ്കിൽ SHCOയുടെ ഇതിലാണ് വരിക, കാറ്റഗറിയിലാണ് അത് വരിക. പിന്നെ പേഷ്യൻസ് 30% ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നല്ലൊരു കെയർ ആണ് അവിടെ കൊടുക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കുക. പേഷ്യൻസ് അവിടെ വരുന്നില്ലെങ്കിൽ അത്ര നല്ല രീതിയിൽ പോകുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കില്ല ചിലപ്പോ അവിടെ. അപ്പൊ പേഷ്യൻസിന്റെ എണ്ണം അതുകൊണ്ടാണ് അവിടെ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നാബ് പറയുന്ന നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. അതുപോലെ തന്നെ നാബിന്റെ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസമെങ്കിലും എന്ത് ചെയ്തിരിക്കണം, നടപ്പാക്കിയിരിക്കണം. ഓക്കെ, then last ഒരു conclusion പോലെ കൊടുത്തിട്ടുണ്ട്. These standards have to be used by the whole organization and not for a certain service within the organization. Organization provide multiple service and the standards are equally applicable to all service within the healthcare organization. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ബാധകമാണ്. ഒരു ഹോസ്പിറ്റലിലെ ഇന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിക്ക് മാത്രമായിട്ടല്ല ഈ സ്റ്റാൻഡേർഡുകൾ പുലർത്തി പോരേണ്ടത്, മറിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇത് വഹിക്കാനായിട്ട് ബാധ്യസ്ഥനായിരിക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ മൾട്ടിപ്പിൾ സർവീസുകൾ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. അത് എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? ഓക്കെ. ദെൻ താഴെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിയേ.
എന്തെങ്കിലും മനസ്സിലായോ ഇതിനകത്ത്? എന്താണ് ആ ഫോട്ടോ കാണുന്നേ? ഒരു പിക്ചർ എന്താ കൊടുത്തിരിക്കുന്നേ? സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ? എന്തിന്റെ സർട്ടിഫിക്കറ്റാ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ. വിസ്മയാവൊന്ന് പറഞ്ഞേ. എന്തിന്റെ സർട്ടിഫിക്കറ്റ് അത്? അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ? എന്താണ് അത് കണ്ടിട്ട് മനസ്സിലാവുന്ന എന്താ മോളെ? ഏത് ലെവലാണ് കൊടുത്തിരിക്കുന്നത്? നാഷണൽ. ആ, വേറെ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അവിടെ കുറെ സിമ്പിൾസും മറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയായിരുന്നോ നിങ്ങള്? ആ, പ്രീ അക്രഡിറ്റേഷൻ. പ്രീ അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? എൻട്രി ലെവലിനുള്ളതുണ്ട്. ലെവൽ ഏതാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്? ഏത് അംഗീകാരം കൊടുത്തിരിക്കുന്നത്? എൻട്രി ലെവൽ. എൻട്രി ലെവലാണ് അല്ലേ? 3 സിമ്പിൾസ് അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നാബിന്റെ സർട്ടിഫിക്കറ്റ് ആണിത്. കണ്ടോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ നാബ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ ആണ്. വജ്ര ഹിൽസ്, കുദ്രി റോഡ്, മംഗളൂരു. മംഗലാപുരത്തുള്ള മംഗള ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണത്. ഓക്കെ, അപ്പോ ഈ ഒരു സർട്ടിഫിക്കറ്റില് അവര് കൊടുത്തിരിക്കുന്ന അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രീ അക്രഡിറ്റേഷൻ അഥവാ എൻട്രി ലെവലാണ്. അപ്പൊ 3 ലെവലാണ് ഉള്ളത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും അല്ലെ? 3 സിമ്പിൾസ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ? പ്രീ അക്രഡിറ്റേഷൻ ഉണ്ട്, അത് എൻട്രി ലെവലിലാണ് വരുന്നത്. അതുപോലെ പ്രീ അക്രഡിറ്റേഷൻ പ്രോഗ്രസീവ് ലെവലിലുണ്ട്, പിന്നെ ലാസ്റ്റ് അക്രഡിറ്റേഷൻ. അങ്ങനെ 3 ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഹോസ്പിറ്റലിന് കൊടുത്തിരിക്കുന്നത് എൻട്രി ലെവലിലുള്ള, അത് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് അക്രഡിറ്റേഷൻ ഈ ഒരു ഹോസ്പിറ്റലിന്. അതുകൊണ്ട് തന്നെ എൻട്രി ലെവലിലുള്ള അക്രഡിറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ വാലിഡിറ്റി നമുക്കൊന്ന് നോക്കാം. വാലിഡ് ഫ്രം സെപ്റ്റംബർ 24, 2019. ഇതിന്റെ വാലിഡിറ്റി തുടങ്ങുന്നത് സെപ്റ്റംബർ 24, 2019 ഇനി എപ്പോ വരെയാണെന്ന് നോക്കാം. ഇതിന്റെ വാലിഡിറ്റി സെപ്റ്റംബർ 23, 2021. അപ്പൊ അതുവരെയാണ് ഇവർക്ക് ഈ ഒരു എൻട്രി ലെവൽ ഇത് കിട്ടുക. അപ്പോ ഈ ഒരു കാലയളവില് നിർബന്ധമായിട്ടും ഇവര് കുറച്ചും കൂടി, അതായത് ഇപ്പൊ അവര് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താ? പ്രോഗ്രസീവ്. ദെൻ അതിനുശേഷം പ്രോഗ്രസീവ് ലെവലിന് ശേഷം അവർ ഒന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. നിർബന്ധമായിട്ടും ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. എന്നാൽ മാത്രം അവർക്ക് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള അക്രഡിറ്റേഷനിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നാവിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ ആലോചന നോക്കുക കേട്ടോ. ആലോചന എങ്ങോട്ടാണ് പോകുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അക്രഡിറ്റേഷൻ കിട്ടുന്നത്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? കുഴപ്പമില്ല, നല്ല ചാപ്റ്റർ ആയിരുന്നു. നല്ല ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഒന്ന് എഴുതിയെടുത്താലോ? ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്.
ഫസ്റ്റ് തന്നെ ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന പേജില് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്ന പേജില് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഒരു 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്ത് അതായത് ഫുൾ ഫോമുകൾ ചോദിക്കാം. QA എന്താണ്? QA മീൻസ് ക്വാളിറ്റി അഷുറൻസ് ആണ്. Then QI എന്താണ്? അപ്പൊ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് QI ആൻഡ് QA അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും ഷോർട്ട് ഫോമും ഫുൾ ഫോമും നോക്കി വെക്കുക കേട്ടോ. QI എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. Then PQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. PQM എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതുപോലെ തന്നെ QC എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ. Okay, QC means quality control. അതുപോലെ തന്നെ ISO 9000 ഡിഫൈൻസ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. A part of quality management focused on fulfilling quality requirements. അത് നോട്ട് ചെയ്യുക. അടുത്തത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി അഥവാ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ മസ്റ്റ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്. അതിന് നോട്ട് ചെയ്തോളൂ കേട്ടോ. The quality manager in hospital must support the quality assurance programs. പിന്നെ ചില ഫുൾ ഫോമുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. BMW എന്താ ഫുൾ ഫോം? BMW ഫുൾ ഫോം എന്താ? ബയോമെഡിക്കൽ മാനേജ്മെന്റ് വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ? ഓക്കെ, അപ്പൊ അത് ചോദിക്കാം. അതുപോലെ തന്നെ AREB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, AREBയുടെ ഫുൾ ഫോം ചോദിക്കാം. അതുപോലെ തന്നെ AMC എന്താണ്? AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അല്ലേ? ഓക്കെ, അത് ചോദിക്കാം. അതുപോലെ MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അത് ചോദിക്കാം. KPI പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അത് ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയ വേഗം. അടുത്തത് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന പാരഗ്രാഫ് കണ്ടായിരുന്നോ നിങ്ങള്? അക്രഡിറ്റേഷൻ ഫസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നീഷൻ. അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നീഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഫോർ പേഷ്യൻസ് എന്ന് തുടങ്ങുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ പോയിന്റ്, പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. അപ്പൊ ഡാഷ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്നോ അല്ലെങ്കിൽ ഹു ഈസ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് ചോദിക്കാം. അപ്പൊ അതിനെന്താണ് ആൻസർ വരിക? പേഷ്യൻസ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക.
Then HCO എന്ന് പറഞ്ഞാൽ എന്താ? HCO Health care Healthcare organization. organization. Health Care Organization. Then ISQO International International Society for Quality in Healthcare. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക കേട്ടോ. ഇനി അടുത്തത് പ്രധാനമായിട്ടും വരാനുള്ളത് അക്രഡിറ്റേഷൻ ബോഡീസിനെ കുറിച്ചിട്ടാണ് വരുന്നത്. അക്രഡിറ്റേഷൻ ബോഡീസിൽ ആദ്യത്തെ തന്നെ നമുക്കറിയാം നാബ് ആണ്. നാബിന്റെ ഫുൾ ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അടുത്തത് NABL ആണ്. അത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അതും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ACHSI, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ JCA, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. പിന്നെ ഇനി നമ്മൾ നാബിലോട്ട് വന്നു കഴിഞ്ഞാല് നാബ് ഏത് സ്ഥാപനത്തിന് കീഴിലാണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അതിന് കീഴിലാണ് നാബ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രധാന എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, കുറച്ചധികം ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ എന്താണ് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്. അത് ചോദിക്കാം. SHCOയിൽ വരുന്നത് എത്ര ശതമാനം ബെഡിന് താഴെയുള്ളതാണ്? 50 കിടക്കുകളിൽ താഴെയാണ്. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ ചോദ്യം വരാം കേട്ടോ. പിന്നെ HCO എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 15 ബെഡ്സ്. 50 ബെഡിന് മുകളിലുള്ളത് HCO കാറ്റഗറിയിലാണ് വരിക എന്ന് വരാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നാബിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, അതായത് നാബ് സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ക്ലിനിക്കൽ നഴ്സിംഗ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാബിന്റെ ഗൈഡ് ബുക്കില് എത്ര ചാപ്റ്റേഴ്സ് ആണ് അത് വരാം കേട്ടോ. അത് ചിലപ്പോ തെറ്റിച്ചു കൊടുക്കാം. അപ്പൊ 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ 11 ചാപ്റ്റേഴ്സ്, 90 സ്റ്റാൻഡേർഡ്സ്, 600 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, അങ്ങനെ തെറ്റിച്ചൊക്കെ കൊടുക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ അത് അങ്ങോട്ട് പഠിച്ചു പോവുക. 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അതിനകത്ത് 102 എണ്ണമാണ് കോർ കാറ്റഗറിയിലുള്ളത്. അതുപോലെ തന്നെ 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ്. ഇനി 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയാണ്. 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
AREB എന്നല്ല കേട്ടോ, AERB എന്നാണ്. AERB ഒന്ന് അവിടെ നിന്ന് തിരുത്തുക കേട്ടോ. AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതെ, AERB. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ AREB എന്നാണ് കൊടുത്തിട്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത്? AERB എന്നാണോ? AREB എന്നാണ് കൊടുത്തേക്കണേ. തെറ്റുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി വെക്കുക കേട്ടോ. കറക്റ്റ് ആണ്. പിന്നെ നാബ് സ്റ്റാൻഡേർഡില് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, AAC, COP, MOM അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അത് മൂന്നും പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് നോക്കുക, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് നോക്കുക. ഓക്കെ. പിന്നെ നാബ് സ്റ്റാൻഡേർഡിൽ മെയിൻ ആയിട്ട് വലിയ വലിയ ഇതൊന്നും വരില്ല, സ്റ്റാൻഡേർഡുകളൊന്നും വരില്ല എക്സാമിന് കേട്ടോ. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ചിലപ്പോൾ അതിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ ചോദിക്കാം. മെഡിക്കേഷൻ വെയിറ്റ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതിനെ കുറിച്ച് ബോധേഡാവേണ്ട. പിന്നെ ADR എന്താണ്? ADRന്റെ ഫുൾ ഫോം? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. പിന്നെ GRN ഗുഡ് റിസീപ്റ്റ് നോട്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മിസ്സേ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പോർട്ടന്റ് അല്ലേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, വലുതൊന്നും അങ്ങനെ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ, അത് നമ്മുടെ KPD ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. KPD എന്താണ്? KPD എന്താണ്? കീ പെർഫോമൻസ് ഡ്രൈവർ. പിന്നെ KPI അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. പിന്നെ വേണമെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ആ ഒരൊറ്റ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. ഞാൻ സ്റ്റാൻഡേർഡുകൾ വലിയ രീതിയിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് അറിഞ്ഞിരിക്കണം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതിനാണ് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Thank you, Miss. Thank you. ഫ്രൈഡേസിൽ ചിലപ്പോ ഈ സമയത്ത് തന്നെയായിരിക്കും ആദ്യത്തെ അവർ ഞാനായിരിക്കും കേട്ടോ കയറുന്നേ. ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 4 എടുത്തു തുടങ്ങാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Okay, Miss.